ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൂടാതെ മരുഭൂമി, ധ്രുവപ്രദേശം, കാട്, മല, കടൽ എന്നിവയും ആവാസങ്ങളാണ്. വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണവ? സസ്യങ്ങൾ, ചെറുജീവികൾ, പക്ഷികൾ തുടങ്ങിയവ ജീവനുള്ളവയും മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം എന്നിവ ജീവനില്ലാത്തവയും ആണ്. പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളുമുണ്ട്. പ്രകൃതിദത്തമായ ആവാസത്തിന് ഉദാഹരണമാണ് വനം. എന്നാൽ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം മനുഷ്യനിർമ്മിത ആവാസത്തിന് ഉദാഹരണമാണ്. പ്രകൃതിദത്ത ആവാസങ്ങൾ ഒരു ജീവിവർഗത്തിൻ്റെയോ സസ്യങ്ങളുടെയോ സ്വാഭാവികമായ വാസസ്ഥലമാണ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ. ഓരോ ജീവിക്കും നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം, വാസസ്ഥലം, ഇണചേരാനുള്ള സൗകര്യം എന്നിവയെല്ലാം ആവാസ വ്യവസ്ഥയിലുണ്ട്. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. കരയിലെ ആവാസ വ്യവസ്ഥയും ജലത്തിലെ ആവാസ വ്യവസ്ഥയും.